എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ ബറൂച്ചിലാണ്. അപ്പോൾ വെളുപ്പിനെ നമ്മൾ ഈ ടോളിൻ്റെ അവിടെ കൊണ്ട് വണ്ടിയൊക്കെ ഇട്ടിട്ട് കിടന്നൊന്നും ഉറങ്ങി എല്ലാവരും. ഞാൻ നേരത്തെ കിടന്നായിരുന്നു, ഇവരിച്ചിരി താമസിച്ചാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അതെ, ആ കാണുന്ന ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. അപ്പോൾ അതിൽ കൂടെ വന്ന് നമ്മൾ സർവീസ് റോഡിൽ ഇറങ്ങി. ഇനിയിപ്പം താഴെ നമ്മുടെ ബറൂച്ചിലേക്ക് ഇറങ്ങുന്ന എക്സിറ്റ് ആയത് അതിലേ വേണം നമുക്ക് പോകാൻ. ആ വഴി, ഈ താഴത്തെ വഴി കൂടെ അങ്ങോട്ട് വേണം ഇനി പോകാൻ. അപ്പം സുന്ദരനായിരുന്നു ഇന്നലെ രാത്രിയിൽ ഓടിച്ചത്. വെളുപ്പിനെ ഇവിടെ 3 മണിക്കോ അങ്ങനെ കൊണ്ട് നിർത്തിയതാണ്. എന്നിട്ട് 8:30 എന്നിട്ട് ഉള്ള കൊതുകിനെ എല്ലാം ക്യാബിനകത്ത് വിളിച്ച് കയറ്റി ഞങ്ങളെ അയക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് രാത്രി ഇന്നലെ ഉറക്കം നടന്നില്ല. ഇന്നലെ ചുമ കുറവുണ്ടായിരുന്നു, പക്ഷേ കൊതുക് പിടികൂടി. എന്നാ പിന്നെ കൊതുക് അടിക്കല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആകാശിന്റെ മുഖത്തിരുന്ന് കൊതുക് കുത്ത ഒറ്റ ഓർമ്മ കൊടുക്കട്ടെ ഞാൻ ഓർത്തത്. എന്നിട്ട് അവൻ അറിയുന്നില്ല, എന്നെ കൊതുക് കുത്തു ഓടിച്ചിട്ട് കുത്തുമായിരുന്നു. എന്ത് കൊതുകായിരുന്നു, കൊതുകായിരുന്നു. എതിലേ കയറിയെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ക്യാബിനകത്ത് കൊതുക് അങ്ങനെ കയറുന്നതല്ലായിരുന്നു. ഒരു ചൂളവടി കേൾക്കുന്നുണ്ടല്ലോ. അതെ, ഒരു ട്രെയിൻ പോകുന്നു അങ്ങകലെ മൂടൽമഞ്ഞിലൂടെ. ഗുഡ്സ് ട്രെയിനാ? ഗുഡ്സാ, മുംബൈയും ഗുഡ്സാ പോയത്. ഈ വരുന്ന വണ്ടിയൊക്കെ എക്സ്പ്രസ് വേയിലേക്ക് കയറാൻ വരുന്ന വണ്ടികളാണ്. അപ്പോൾ നമ്മളെന്നാ പിന്നെ പോയേക്കാം. നമുക്ക് എടുക്കുന്നോ? അത് ഞാൻ എടുക്കണോ? അതിലെ കുറച്ച് ദൂരം വേണേ ഞാൻ എടുക്കാം, നോക്കാം. ഇത്ര അങ്ങ് മൊത്തം അങ്ങ് ശരിയായില്ല ഇതുവരെ. എവിടെ എന്തോ ഒരു ശാലവും കൂടെ ശരിയാകുന്നുണ്ട്. രാവിലെ ചിക്കൻ സൂപ്പൊക്കെ ചൂടാക്കി കുടിച്ചു. നല്ല അടിപൊളി സൂപ്പായിരുന്നു. അജീഷൊക്കെ എക്സ്പ്രസ് വഴി കൂടെ നേരെ പോയി. അവര് സൂറത്തിൽ ചെന്നിറങ്ങും. അവര് എക്സ്പ്രസ് കയറാൻ വേണ്ടി വസാടെത്തി. ഇപ്പൊ എക്സ്പ്രസ് കയറി കാണും. അവരെ നോക്കിയാലേ നമുക്ക് പോയി ലോഡ് കയറ്റണ്ടേ. അതെ, അത് നടക്കല്ല. അത് തന്നെയല്ല, അവര് ഗോവയ്ക്കുമല്ലേ, വഡോദര ലെഫ്റ്റിലേക്ക്. അപ്പൊ നമുക്ക് ലോഡ് കയറ്റേണ്ടത് ദഹേജ് എന്നാണ്. ദഹേജ് ഇപ്പൊ ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ ഈ മോളിൽ കൂടെ പോകുന്നത്. 8 ലെയിൻ എക്സ്പ്രസ് വേ ആണ്. അതുവഴി വന്നാണ് നമ്മൾ താഴെ ഇറങ്ങിയത്. അതെ. പുത്തേ ട്രാവലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നിലമ്പൂരത്തേക്ക് ഇറക്കിയിട്ട് തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ അത്രയും തണുപ്പില്ല. എന്താണെങ്കിലും രാവിലെ എനിക്ക് തണുത്തില്ല, അല്ല എനിക്ക് ആവി എടുത്തില്ല. മെയിൻ ഡ്രൈവർ രാവിലെ AC ഇടണം, ആവി എടുക്കുന്നും പറഞ്ഞുകൊണ്ട് AC ഇട്ട് കൊതുക് നിങ്ങളെ രണ്ടുപേരെയും കൊത്തുന്നില്ല. എനിക്ക് അതാ സഹിക്കാൻ വയ്യ. അല്ല, ഇവനെ കൊത്തുന്നുണ്ടായിരുന്നല്ലോ. ഇവനറിയുന്നില്ല, ഇവനതൊന്നും അറിയുന്നില്ല. കൊതുകിന്റെ കൊമ്പൊടിഞ്ഞു പോവുള്ളൂ ഇവനെ കുത്തിയാലേ. ഇതുണ്ടോ കുടിവെള്ളം വിൽക്കുന്ന 20 ലിറ്ററിന്റെ ക്യാൻ. ഇതെല്ലാം വീടുകളാ. ദാലായി നിൽക്കുന്ന ദാലാണോ? ട്രാക്ടറൊക്കെ ഉണ്ടോ ആൾക്കാർ പണിക്ക് പോന്ന? എത്ര പേരാ നോക്കിയതില്? എന്താണേലും 2-3 ദിവസം കൂടി മെയിൻ ഡ്രൈവർക്ക് ഞാൻ ഇന്നലെ മറ്റേ ചിക്കൻ സൂപ്പ് അങ്ങ് വെച്ച് കൊടുത്തു. അതുകൊണ്ട് ഇന്നലെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. അല്ലെങ്കിൽ കുത്തി ചുമയായിരുന്നു. ഒരു 12-1 മണി കഴിയുമ്പോഴത്തേനെ ഏറ്റിരുന്നു ഈ ചുമയോട് ചുമ തന്നെ. അപ്പം ഒരു 80-90 വയസ്സുള്ള ആൾക്കാർ ചുമക്കുന്ന പോലെ ചുമക്കുന്നേ. രാവിലെ ഏറ്റപ്പോൾ ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ആ സൂപ്പ് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കൊടുത്തു. അത് കുടിച്ചപ്പം എനർജിയായി. ഇപ്പൊ കേട്ടില്ലേ എന്തൊരു മാധുര്യമായ സൗണ്ട്. മറ്റേ ഇങ്ങനെ കഥകിന്റെ ഇടയ്ക്കിട്ട് സൗണ്ട് ആയിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇത് എന്തോ അമേസിങ്. പാല് വേണോ? പാൽക്കാരൻ പാല് കൊടുത്തിട്ട് വന്നായിരിക്കും അല്ലേ? ഇപ്പൊ ചായ വെക്കാൻ സമയമില്ല, നേരെ കമ്പനിയിലേക്ക് പോവാം. ഇല്ല ചിലപ്പോ പാല് കുടിക്കുന്ന കപക്കെട്ടിന് അഴുക്കാവുണ്ട്. അതെ, ലോറി ഓടിക്കുന്ന കാണുമ്പോഴേ എല്ലാവരും ഓർക്കും എനിക്ക് ഭയങ്കര ആരോഗ്യമാണ്. പക്ഷെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഈ യാത്രയെല്ലാം ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് ആസ്മയുള്ള ഒരാളാണ്. രാവിലെയും വൈകിട്ടും ഇൻഹീലർ വലിക്കുന്ന ഒരാളാണ്. രാവിലെയും വൈകിട്ടും അല്ല, ചിലപ്പോൾ അതിൽ കൂടുതലും വലിക്കുന്നുണ്ട്. അതെ. അതുപോലെ തന്നെ അത് പോരാഞ്ഞിട്ട് ഇപ്പോൾ അതേ തൈറോയിഡിൻ്റെ പ്രശ്നം കൂടെ ആയി. അതുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എനിക്ക് തൈറോയിഡ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ ആ ത്രിപുരയ്ക്ക് പോയിട്ട് വന്നപ്പോൾ ആണ് മേലെല്ലാം മൊത്തം നീരായിരുന്നു. എനിക്ക് വീട്ടിൽ ചെന്നതിനും കൈക്കും കാലിനും മുഖത്തും ഒക്കെ നീരായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ വണ്ണം വെച്ചതാ, അപ്പോൾ ശ്രദ്ധിക്കണം, ഇച്ചിരി ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ സത്യത്തിൽ അത് തൈറോയിഡിൻ്റെ ആയിരുന്നു. എനിക്കത് അറിയില്ല. എനിക്ക് മനസ്സിലായി ആ ട്രിപ്പ്
വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ ഇച്ചിരി ഒരു എന്തോ ചെറിയൊരു ഇതുണ്ടായിരുന്നു, വണ്ണം വെച്ച പോലെ. ഞാനും അത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേന് പകുതി കഴിക്കാൻ എനിക്ക് മനസ്സിലായി നല്ലപോലെ എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ തിരിച്ചു വന്ന ഉടനെ തന്നെ ചെന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു തൈറോയ്ഡ് ഭയങ്കര കൂടിപ്പോയിരുന്നു. TSH നമുക്ക് നോർമൽ ഒരു 2.5 അല്ലെ 5-ന് താഴെ മതി. എനിക്കത് 65 ഉണ്ടായിരുന്നു. ഭാഗ്യത്തിൻ കൊണ്ടാണ് അതെ അതെ, ഒന്നും പറ്റാഞ്ഞത്. എല്ലാവരും ചോദിക്കും എന്തിനാ ഈ ആരോഗ്യമില്ലാതെ യാത്ര പോകുന്നതെന്ന് ചോദിക്കും, വീട്ടിലെങ്ങാനും ഇരുന്നാൽ പോരെന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും സ്ഥലം കാണാൻ പറ്റുമോ? പറ്റിയല്ല. ആഗ്രഹങ്ങൾ നടക്കുമോ? ഇപ്രാവശ്യം ഞാൻ പറഞ്ഞാണ് ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പോയിട്ട് വരാം, ഇവിടെ റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു. അല്ലാന്തരം പറഞ്ഞു അത് പറ്റത്തില്ല, ഞാനും വരുന്നുണ്ട്, ഇവിടെ നമുക്ക് മണിപ്പൂർ വല്ലതും പോവാം, അല്ലെങ്കിൽ കാശ്മീർ പോവാന്നൊക്കെ പറഞ്ഞു മാത്രമേ ഇപ്രാവശ്യം ഞാൻ വന്നത്. അതുപോലെ തന്നെ ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ലഡാക്കൊന്നും പോകാൻ ഒരിക്കലും പറ്റത്തില്ലെന്ന് ഓർത്ത്. എന്നാ ശ്വാസം മുട്ടലുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഒന്നും പോയിട്ട് അത്ര പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ അന്നും രണ്ടും കൽപ്പിച്ചാണ് ഞാൻ പോയത്. എന്ന് വെച്ചാൽ ശ്വാസം മുട്ടൽ വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവിടെ ചെന്നിട്ട് ഒരു ഹോസ്പിറ്റലുണ്ടോ ഇതൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും രണ്ടും കൽപ്പിച്ചങ്ങ് പോയി. അപ്പൊ എത്ര പ്രാവശ്യം പോയി? ഇപ്പം 2 പ്രാവശ്യം പോയി. 2 പ്രാവശ്യം പോയി. ദൈവം അനുഗ്രഹിച്ചൊരു കുഴപ്പം വന്നില്ല. 2 പ്രാവശ്യത്തിൽ ആദ്യം ലഡാക്ക് പോയപ്പോ നല്ല -7, -8 ഒക്കെ ടെമ്പറേച്ചർ. അന്നേരം നമ്മൾ ഹൈറ്റിലേക്ക് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ശ്വാസം മുട്ടലൊന്നും ഉണ്ടായില്ല. അല്ല, ചെറിയതായിട്ടൊക്കെ അതെല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഉണ്ടായതുള്ളൂ. അന്ന് നമ്മളെ പോർട്ടബിൾ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ കൊണ്ടുപോയില്ലായിരുന്നു. അതെ, അതൊക്കെ ഉപയോഗിച്ചായിരുന്നു. അന്നേരം പിന്നെ കുഴപ്പമില്ലായിരുന്നു. തൈറോയിഡ് ഇത്രയും വലിയൊരു വില്ലനാന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പം അതിനുള്ള ട്രീറ്റ്മെന്റിലാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞത് പയറാന്നേ, ഞാൻ പറയാം മുല്ലപ്പൂ വന്നു. ഇതാണോ മുല്ലപ്പൂ? മുല്ലക്കൃഷി കണ്ട കാഴ്ച. വള്ളിമുല്ല പോലെ ഇരിക്കുന്നില്ലേ? പിന്നെ ബീൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, കുറ്റി ബീൻസ്. രാവിലെ നമുക്ക് ഇച്ചിരി ഡീസൽ അടിച്ചോണ്ട് പോവാം. ഇവിടെ 1 ലിറ്ററിന് 90 രൂപ 74 പൈസ. കുറച്ചായിട്ട് ഇന്ന് ഇവനെ നമുക്ക് ക്യാമറാമാൻ ആക്കാം കേട്ടോ. ശരിയാ, ആസ്ഥാന ക്യാമറാമാൻ, ആസ്ഥാന ഗായകൻ എന്നൊക്കെ പറയുന്നല്ലേ. ഇതൊരു ടോൾ ബൂത്താ പഴയ. അതെ അതെ. ഒരാൾ ഇവിടെ നിൽക്കുക, കാറ് മാത്രമല്ല ഇവിടുന്നുള്ളൂ, ലോറികളല്ല ഇല്ലേ ഈ 2 ലൈനിൽ കൂടെ പോകണ്ടേ. ഫാസ്ടാഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫാസ്ടാഗ് ഒക്കെ ഉണ്ട്. കാറുകളെ ഇവിടെ കുറേ കമ്പനികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്ന സ്ഥിരം പോകുന്ന വണ്ടികളായിരിക്കും. അതുകൊണ്ട് കാറിന് ഫ്രീ. ലോറിക്കാരങ്ങനെ അല്ലല്ലോ. അപ്പോൾ സ്ഥിരം ലോഡ് എടുക്കാൻ ഇങ്ങോട്ട് ലോറികളും വരാറില്ലേ? വരാറുണ്ട്, എന്നാലും ലോറിയല്ലേ കറവപ്പശു. ശരിയാ, ലോറിയെ നമുക്ക് ഒന്നിനും ഒരിടത്തും ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ ഈ ലോഡ് കയറ്റാൻ പോകുന്ന ദഹേജ് ഒരുപാട് ഫാക്ടറികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അത് തന്നെയല്ല, ഒരു പോർട്ടും ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നത് ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ പോർട്ടുകളുള്ള സംസ്ഥാനം ഗുജറാത്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഗുജറാത്തിലാണ് 48 49 പോർട്ടുകളുണ്ട്. അത് തന്നെയല്ല, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് തന്നെയാണ്. ഒരുപാട് ഫാക്ടറികളുള്ള സംസ്ഥാനം ഗുജറാത്തായിരിക്കും. ഗൾഫ് ഓഫ് കച്ച് പോലെ തന്നെ അതുപോലെയുള്ള ഒരു ഏരിയ ഇവിടെ ഗൾഫ് ഓഫ് കാമ്പട്ട് എന്നാ പറയും. കണ്ടോ ചാക്ക് നനച്ചിട്ടേക്കുന്നുണ്ടോ? അത് കോൺക്രീറ്റ് ചെയ്തിട്ടിട്ടേക്കുന്ന ചണച്ചാക്ക് നനച്ചിട്ടേക്കുന്നത്. 6 ലൈൻ ഹൈവേ ആക്കാനാണെന്ന് തോന്നുന്നു. ഇത് പോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡല്ലേ, അപ്പം ഒരുപാട് ലോറികൾ വരുന്നതല്ലേ, അതുകൊണ്ട് വലിയ വഴി ആക്കുക. അതുകൊണ്ടാ കോൺക്രീറ്റ് ചെയ്യുന്ന മെഷീനാണ് അത്. നമ്മളെ നർമ്മദാ നദിയൊക്കെ കാണുമ്പോൾ പറയല്ലേ ഇതൊഴുകി അറബിക്കടലിലേക്കാണ് ചെന്ന് ചേരുന്നത്. ഈ നർമ്മദാ നദിയൊക്കെ വന്ന് ചേരുന്ന അറബിക്കടലിന്റെ ഈ ഭാഗത്താണ്. ആ ഭാഗത്തേക്ക് നമ്മൾ ചെല്ലുന്നതല്ലേ. അതെ. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എങ്ങനെ അന്നേരം? അതെ, ആദ്യം കമ്പനി ചെന്നിട്ട് എന്നാന്നറിയോ, ഇതൊരു 10-15 എണ്ണേ ഉള്ളൂ. ഈ ലോഡ് കയറ്റിയിട്ട് പിന്നെ ഇതിന് മുകളിൽ വേറെ ലോഡും കയറ്റണം, എന്നാലേ നമുക്ക് വർക്കൗട്ട് ആവുള്ളൂ. അപ്പം ഇത് തൃശ്ശൂരിനാണ് ലോഡ്. അതായത് CNG സിലിണ്ടറാ, GACL, ഗുജറാത്ത് ആൽക്കലിക് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്. വലിയ കമ്പനിയാണ്. ആ കമ്പനിയുടെ അതിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര കെമിക്കലിൻ്റെ മണമാണ്. വെൽക്കം ടു ദഹേജ്, വൺ സ്മാർട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഏതൊക്കെയായാലും ഇപ്പോൾ ഈ ഗൂഗിൾ മാപ്പൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പമുണ്ട്. ഇപ്പം അറിയത്തില്ലാത്തൊരു സ്ഥലത്താണെങ്കിലും ചെന്നാൽ ഏകദേശം ആ ഏരിയയിലൊക്കെ നമ്മളെ എത്തും. വഴി മാത്രം നല്ല വഴി, വലിയ വഴി നോക്കിയാൽ പോകാമെന്നുള്ളതേ ഉള്ളൂ, ലോറി കൊണ്ട് പോകും. എന്നിട്ട് പിന്നെ അവിടെ ചെന്നിട്ടാണേലും കണ്ടുപിടിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്ത് വഴി ചോദിച്ച് പറഞ്ഞൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായി. ഇതിപ്പോൾ ഏത് സമയത്ത് രാത്രിക്കൊക്കെ ആണെങ്കിലും ലൊക്കേഷൻ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്ഥലത്തെത്താം. ഇതേ ഒരാൾ പുല്ലും കൊണ്ട് പോകുന്നു. പുല്ലല്ല, ഉണ്ട്.
ഇത് വെള്ള ഓട്ടോ കേട്ടോ, നമ്മൾ അവിടെ കണ്ട ടൈപ്പ് അല്ല ഇത്, വെള്ളക്കാരനാ. അതുകൊണ്ടോ എത്ര ബസ്സാണ് കിടക്കുന്നതെന്ന് നോക്കി, അത് ആ കമ്പനിയിലെ സ്റ്റാഫ് ബസ്സാണ്. ഇപ്പം എത്ര തൊഴിലാളികൾ കാണും അവിടെ. അതെ അതെ, ഒത്തിരി ബസ്സുണ്ട്. അല്ലാതെ തന്നെ വണ്ടിക്ക് വരുന്നവർ കാണും, വേറെ 2 വീലറിലൊക്കെ വരുന്നവർ ഒത്തിരി പേര് കാണും. എത്ര ക്രെയിനാണ് കിടക്കുന്നതെന്ന് നോക്കിയേ, വലിയ വലിയ ക്രെയിനുകൾ. അല്ല ഈ കമ്പനിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മെഷീനറിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളതിനാണ്. കെമിക്കൽ ടാങ്കർ കഴുകുന്നതുണ്ടോ, ലോഡ് ഇറക്കി വെച്ച് കഴുകുന്നതാണ്. അതായത് ഓരോ ഒട്ടക വണ്ടിയും കൂടെ വരുന്നുണ്ട്. ഇവരെല്ലാം വെള്ളക്കാരാണല്ലോ. അതെ, ലേഡി ഡ്രൈവറോ അതല്ലേ? അല്ലല്ല അല്ല, ഓട്ടോ ഡ്രൈവറാ, കിളിയാന്ന് തോന്നുന്നു. അതെ, ഒട്ടക വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ അടുത്ത ആളല്ല ഡ്രൈവർ, അതേ ആ സൈഡിൽ ഇരിപ്പുണ്ട്. ഡ്രൈവറുണ്ട് കണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. കൊണ്ടുപോയത് അടുപ്പ്. അടുപ്പ് നല്ല വെയിറ്റ് ഉണ്ട് അതില്. ഏതുണ്ട് അങ്ങോട്ട് നോക്കിയേ, ഒന്നും കാണത്തില്ല, അന്തരീക്ഷം മൊത്തം സീറോ വിസിബിലിറ്റി ആണ്. അതെ, പിന്നെ കെമിക്കലിന്റെ സ്മെല്ലുവാ. അപ്പോൾ നമ്മൾ കമ്പനിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്തേക്ക് കയറി. ദഹേജ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. അപ്പം നമ്മൾ GIDC അകത്താണ്. ഇനി ഇതിനകത്തെല്ലാം ഓരോരോ കമ്പനികളാണ്. അപ്പം നമ്മുടെ കമ്പനി ഇനി കുറച്ച് ദൂരം കൊണ്ട് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി നമ്മുടെ കമ്പനിക്കകത്തെത്തി. ലോഡ് കയറ്റാനൊന്നും തുടങ്ങിയില്ല, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇന്നലെ നാസ്ത ക്യാ ബനാ നാസ്ത के लिए? നാസ്ത ദാൽ नहीं, चवली ചെവിളിയോ? ഓ ഇതിന് അല്ല, മൂങ് ദാൽ. കുട്ടിക്ക് ഹിന്ദി അറിയാം. നീ എന്നാ പറഞ്ഞ, ജൗളിയോ? ആ അതിന് സാധനമാടാ ജവിളി എന്ന് പറഞ്ഞാൽ നമ്മൾ തുണിക്കല്ലേ പറഞ്ഞു. ഇന്ന് പയറ് പുഴുങ്ങിയതും പപ്പടവും പഴവും. ചെറുപഴം അല്ല, ചെറുപയർ, ഏത്തപ്പഴവും ചെറുപയറും. കോയക്ക് നല്ല തേങ്ങ ചേരണ്ട, നല്ല പരിചയമായി, പഠിച്ചു, നല്ല പ്രാക്ടീസായി. പപ്പടം അങ്ങനെ ചേരേണ്ട കാര്യമുണ്ടോ? പപ്പടത്തിലെ കാരം എല്ലാം കൂടെ വയറ്റിലേക്ക് കഴിക്കേണ്ട കാര്യമുണ്ടോ? എത്ര വർഷം വെച്ച് പപ്പടം കഴിക്കേണ്ട കാര്യമുണ്ടോ? അജീഷിന് ഇന്നലെ പോകുന്ന വഴിക്ക് കുക്ക് ചെയ്യാനുള്ള കുറേ സാധനങ്ങളൊക്കെ കൊടുത്താ വിട്ടത്. പയറ്, പപ്പടം, പച്ച ഏത്തക്ക, എളിച്ചെണ്ണ, തേങ്ങ. ചെറുപയറും വൻപയറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതന്നെ, ഇത് പുതിയ സ്റ്റൗ ഉദ്ഘാടനം ചെയ്തില്ലായിരുന്നു. അടുപ്പ് 2-3 എണ്ണം ഉണ്ടായിരുന്നല്ലോ, 2-3 അടുക്കളയല്ലായിരുന്നോ? അത് കൊള്ളാലോ. ഇത് ബോക്സ് ഒന്നും ഊരി എടുക്കത്തില്ലേ? ബോക്സ് അങ്ങനെ നിൽക്കുമോ? ഇതിങ്ങനെ നിൽക്കുക, അതാ ഒരു സ്പേസ് ഇച്ചിരി വേണമെന്ന് എനിക്ക് തോന്നുന്നത് മറ്റേനേക്കാട്ടിലും. ഇപ്പോൾ പക്ഷെ ഈ സ്റ്റൗവേ നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ചിലവാ. അതെ അതെ. ആ ഒരു സിലിണ്ടറിന് എത്ര? 10-200 രൂപ വരും. അത്രയും വരും. അത് കൂടി വന്നാൽ 1 മണിക്കൂർ എത്തുമായിരിക്കും. അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയല്ല. ഈ കുട്ടി സിലിണ്ടർ 5 കിലോ മേടിച്ചാൽ നമുക്ക് ഒരു ട്രിപ്പിനൊന്നും അല്ല, 2-3 ട്രിപ്പിന്. കത്തുന്നുണ്ടോ ഇത്? കത്തുന്നുണ്ട്. നല്ല തീയാ കേട്ടോ, ഉണ്ടോ? കൊള്ളാം, നല്ല സ്റ്റവാ. പപ്പടേ കാച്ചാൻ പപ്പട ഇരുന്നതായതുകൊണ്ടോ കൊമളയ്ക്കുന്നില്ല അങ്ങോട്ട്. കൊമളയ്ക്കാത്ത എനിക്കിഷ്ടം. ഇപ്പോഴേ പയറൊക്കെ ഇതേ നല്ല പോലെ വെന്ത് കണ്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് തേങ്ങ ചിരണ്ടിയത് വിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഇപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഒരു തേങ്ങ മൊത്തം ചിരണ്ടിയോ? അതിന് ആ വാഴക്കയും കൂടെ തോരൻ വെച്ചേക്കാൻ ഓർത്തു. നല്ല സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ്. ഇച്ചിരി ഉപ്പ് കൂടിപ്പോയോ ഉപ്പുണ്ട്. ഞാൻ 2ാമത് ഇച്ചിരി കൂടി ഇട്ടോ. ഇന്നലെ ചിക്കൻ കറി കിട്ടുമെന്ന് പറഞ്ഞാലേ. കഞ്ഞിയൊക്കെ വെച്ചോ. ഈ മുന്നിൽ 2 വണ്ടിയുണ്ട്, ആ 2 വണ്ടി കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ കയറ്റുള്ളൂ. വൈകുന്നേരം ആവും. അപ്പോൾ ചോറും കറിയൊക്കെ വെക്കാനുള്ള സമയം ഇഷ്ടം പോലെ. കറി ഉണ്ടല്ലോ, ചോറ് മാത്രം വെച്ചാൽ പോരെ. തോരൻ വെക്കാം. തോരൻ വെക്കാൻ പോകണം. ഉച്ചയ്ക്ക് ഇന്ന് വാഴക്കാത്തോരനും ചിക്കൻ കറിയും ചോറുമാണ്. ഇത് പച്ച ഏത്തക്ക, ഇതിൻ്റെ തൊണ്ട് തന്നെ വേണേൽ തോരൻ വയ്ക്കാം. പയറിട്ട് തോരൻ വയ്ക്കാം, വൻപയറൊക്കെ ഇട്ട്, വൻപയറോ ചെറുപയറോ ഒക്കെ ഇട്ട് തോരൻ വയ്ക്കാം.
പിന്നെ വാഴയ്ക്ക ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ പയറിട്ട് തോരൻ വയ്ക്കാം. പിന്നെ വേറെ ഒത്തിരി കറിയൊക്കെ വെക്കാം. പിന്നെ വേണമെങ്കിൽ ഇത് മെഴുക്ക് പുരട്ടി വയ്ക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എങ്ങനെയും വയ്ക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണിത്. പരിപ്പ് കറി വെക്കുമ്പോഴേ ഒരു വാഴയ്ക്ക കഷ്ണം അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ്. പരിപ്പ് കറിക്കകത്തോ? മല്ലിയിലയും പരിപ്പ് ഇതും വാഴക്കായും ഒക്കെ ഇട്ട് പരിപ്പ് കറി ഒന്ന് വെച്ച് നോക്കണം. വാഴക്കായിട്ട് മോനെ ആകാശ് മോനെ സൂപ്പർ സാധനം. ഇതൊക്കെ അറിയാനിട്ടാണോ നീ ഇതൊന്നും വെക്കാനേ? അതെ, എന്നിട്ട് അവൻ രാവിലെ മിണ്ടിയില്ല. ഇത് മിണ്ടിയില്ല. ഇത് കണ്ട ഇത് പോകുന്നില്ല. അതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ പൊക്കോളും. എന്നാ എന്നാ കറയോ? ഇത് കണ്ടോ? അത് കുഴപ്പമൊന്നുമില്ല. എപ്പോഴും അമ്മയുടെ കയ്യിലൊക്കെ നോക്കണം അടുക്കളയിൽ ചെല്ലുമ്പോഴേ. ഇനിങ്ങനെ അടുക്കള കാണുന്നില്ലല്ലോ നീ. ഇനിയിപ്പോ ഞാൻ ഈ കൈകളോട് എന്ത് പറയും? ഒന്നും പറയണ്ട. ഈ കൈകളിൽ കറിയില്ല സാറ് എന്നെങ്ങനെ പറയും? കറപുരണ്ട കൈകളാ. അപ്പോൾ നമുക്ക് വാഴയ്ക്ക തോരൻ വെച്ചേക്കാം. അപ്പോൾ വാഴയ്ക്ക അരിയുമ്പോൾ എപ്പോഴും നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിടണം. ഇതിന് കറയുള്ളതുകൊണ്ട്. അപ്പോൾ വെള്ളത്തിൽ അരിഞ്ഞിട്ടോ. ഓ, വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടുണ്ടല്ലേ? അല്ല കറുത്തിരിക്കും മൊത്തം. നമ്മുടെ അവിടുന്ന് കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയാണോ? കുഴപ്പമില്ല. അതിനാണ് തണുപ്പല്ലായിരുന്നു. അതാ നമ്മുടെ ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മിക്സി വർക്കിംഗ് അല്ല. അതുകൊണ്ട് നമ്മുടെ തൽക്കാലം ഇതിനകത്തിട്ട് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മിക്സിയിൽ അരയ്ക്കുന്ന പോലെ അങ്ങോട്ട് നല്ലപോലെ അരിഞ്ഞ് തരത്തില്ല. ചോപ്പറിനകത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് തേങ്ങ, ചുവന്നുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനമുണ്ട്. ഇത്ര ഓരല്ലോ അറിയില്ല, സാരമില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ. നാളത്തേനോടുള്ള തോരനുണ്ടെന്നാണ് തോന്നുന്നത്. മൊത്തം അരിഞ്ഞോ? ഇരുന്ന മൊത്തം വാഴയ്ക്ക വേണമെങ്കിൽ ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഒഴിക്കണ്ട. ഇപ്പോഴും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അവിടെ ഇരുന്നോട്ട് അടച്ചു വെക്കാം. അപ്പോൾ ആവിക്കകത്തിരുന്ന് വെന്തോളും. പിന്നെ പോരെങ്കിൽ നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി വെള്ളമോടെ ഒഴിക്കും. എൻ്റെ കയ്യിലേ എപ്പോഴേ കറ പറ്റി. എനിക്കും ഇത് ഇഷ്ടമുള്ള പണിയൊന്നും അല്ല ഈ വാഴയ്ക്ക അരിയുന്നത്. ഇഷ്ടമുള്ള പണിയല്ല. പിന്നെ ആരെങ്കിലും നിർബന്ധിച്ചായിരുന്നു ചെയ്യാൻ? ഇതിപ്പോൾ കൊണ്ടുവന്ന് പോയില്ലേ, പിന്നെ ഇത് കളയാൻ പറ്റുമോ? അതെ, വീട്ടിലാണെങ്കിൽ അച്ഛമ്മ അരിഞ്ഞു തരും. ശരി. അപ്പൊ അമ്മായിയമ്മയുടെ കയ്യെ കറ പറ്റിയാൽ കുഴപ്പമില്ല അല്ലേ? സ്വന്തം വീട്ടിലാണെങ്കിൽ അമ്മ അരിഞ്ഞു തരും. അമ്മായിയമ്മയുടെ കയ്യെ കറ പറ്റിക്കോട്ടെന്ന്. അമ്മായിയമ്മയ്ക്ക് കുഴപ്പമില്ല. പിന്നെ കെട്ടിയവൻ എന്നാ പ്രശ്നം? അതെ, കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്ക് അച്ഛമ്മ എന്നോട് പറഞ്ഞത് കരിപ്പാത്രം ഒന്നും കഴിയണ്ട, ഞാൻ കഴിക്കോളാന്ന് പറഞ്ഞു. അതന്ന് അന്ന് അതിനാന്ന് വെച്ചാൽ വീട്ടിൽ ഞാൻ കരിപ്പാത്രം കഴിയുമല്ലായിരുന്നു. അതിന് കരിയൊക്കെ പറ്റിയില്ലേ, ഈ കൈയുടെ ഇടയിലിരിക്കും. പിന്നെ പോകത്തില്ല പെട്ടെന്നൊന്നും, അതുകൊണ്ട് കഴിവത്തില്ല. അതെ, അല്ല കരിപ്പാത്രം ആകെ പിന്നെ അധികം നാളൊന്നും കരിപ്പാത്രം ഉപയോഗിക്കുന്നില്ലായിരുന്നല്ലോ. പിന്നെ ഒരു കാര്യമാണ്, അത് ശരി അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ മംഗലത്തിനകത്തായിരുന്നു ചോറ് വയ്ക്കുന്നത് കൂടുതൽ. ഇപ്പോഴാണ് പിന്നെ ഗ്യാസയിലോട്ടും കുക്കറിലോട്ടും അടുപ്പയിൽ വയ്ക്കുന്ന സമയത്ത് ആദ്യമൊന്നും കഴിവില്ലായിരുന്നാലും പിന്നെ പിന്നെ ഞാൻ കഴിവുമായിരുന്നു. സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെ ആക്കിയെടുക്കും. സ്വന്തം വീട്ടിലാണെങ്കിൽ പോയി കഴുകാനേ പറയത്തുള്ളൂ. ഇങ്ങനെ ഒരു മരുമോളൊക്കെ അതെ അതെ, നിനക്കും അതുപോലെ ഏതെങ്കിലും അമ്മായിയമ്മ കിട്ടൂടാ. അതെ, പാത്രം കഴുകാനോ? നീ അമ്മായിമ്മ പറയും, ആകാശേ മോനെ നീ ആ കഞ്ഞിക്കലമൊക്കെ നീ തന്നെ കഴിക്കോ, ഗ്ലാസും പിന്നെ ഇതൊക്കെ ഉണ്ട് ഞാൻ കഴിക്കോളാം. അല്ല മോളെ കൊണ്ട് കഴിക്കല്. എന്നെ നോക്കാനാണോ ഞാൻ കൊച്ചിനെ നോക്കാൻ വേണ്ടിയാണോ? നിന്നെ എന്തിനാ നോക്കുന്നത്? നിന്റെ കൊച്ചിനെ നോക്കിയാ പോരെ. ഞാൻ വന്ന് അരപ്പിടുവാണ്. ഇവന് തേങ്ങ മുഴുവൻ കഴുത്തി കളഞ്ഞു കുറെ. പിന്നെ ഇത് മിക്സിക്കകത്തല്ലാത്തതുകൊണ്ട് തൊട്ട് നല്ലപോലെ അരിഞ്ഞുമില്ല. അപ്പോൾ അത് ഏത്തക്ക തോരൻ റെഡി. ഇത് ചൂടോടെ കഴിക്കണം. തണുത്ത് കഴിയുമ്പോഴല്ലോ ഇത് കട്ടിയാവും. പക്ഷെ റോബസ്റ്റയുടെ കായാണെങ്കിൽ കട്ടിയാകത്തില്ല, നല്ല കുഴഞ്ഞു തന്നെ ഇരിക്കും. ഉച്ചയ്ക്ക് വെച്ചാൽ മതിയായിരുന്നല്ലോ. എന്നാ പിന്നെ ചോറിനാൻ നേരം സമയത്തിനോട് വെക്കാൻ പറ്റുമോ? ലോഡ് അത് തന്നെയല്ല, ഇത് നേരത്തെ ലോഡ് കയറ്റുമെന്ന് ഓർത്തു. ചില റൈസ് ജ്യൂസും കൂടെ കുടിച്ചേക്കാം. ചോറും കറിയും എല്ലാം റെഡിയായി. ഇന്നത്തേന് ഉള്ള എല്ലാ സംഭവവും സെറ്റായി. ഇനി ലോഡ് കയറ്റി കിട്ടിയാൽ നാളത്തേനുള്ള പഴയങ്കഞ്ഞി വരെ ഉണ്ടെന്നാണ് തോന്നുന്നത്. മെയിൻ ഡ്രൈവറും കോ ഡ്രൈവറും ഒക്കെ കിടന്ന് നല്ല സുഖമായിട്ടൊരു ഉറക്കം കഴിഞ്ഞു. പിന്നെ നമ്മുടെ മുന്നിൽ ഇത് ഈ 2 വണ്ടിയുണ്ട്. ഒന്ന് ഈ വണ്ടിയും
മറ്റേ ആ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ വണ്ടിയും കൂടെ ചെറുവണ്ടിയും കൂടെ കയറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കയറ്റുള്ളൂ. ഈ വണ്ടിയുടെയൊക്കെ ക്യാബിൻ ചെറുതായതുകൊണ്ട് ഡ്രൈവർമാർക്ക് കിടക്കാനൊന്നും സൗകര്യമില്ല. പിന്നെ എ സിയും കൂടി ഇല്ലെങ്കിൽ നല്ല ചൂടുമായിരിക്കും ക്യാബിനകത്ത്. നമുക്ക് കയറ്റാനുള്ള സിലിണ്ടർ ഈ വൈറ്റ് കളറുള്ളതാണ്. അതായത് CNG നമ്മുടെ ബസ്സിലും ലോറിയിലും ഒക്കെ CNG കയറ്റിയല്ലേ, അപ്പോൾ ആ CNG ടാങ്കായത്. ഇതിനകത്ത് ആ CNG നിറയ്ക്കുന്നത്. വണ്ടിയെ പിടി നമ്മുടെ ഡീസൽ ടാങ്കിന് പകരം CNG ടാങ്ക് അത്രേ ഉള്ളൂ. അതെ, CNGയുടെ വലുതും ചെറുതും ടാങ്കുണ്ട്. വലിയ ടാങ്കും ഉണ്ട്, ചെറിയ ടാങ്കും ഉണ്ട്. നമുക്ക് വലിയ ടാങ്കും ചെറിയ ടാങ്കും 2 ടൈപ്പും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇതുണ്ടോ ഇതുപോലുള്ള പൈപ്പാണ്. ഈ പൈപ്പ് എന്നാണ്, പൈപ്പ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുണ്ടോ ഈ പൈപ്പിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യും ഓരോ വലിപ്പം. ഇത് ഈ വണ്ണമുള്ള സിലിണ്ടറാണ്, വലിയ സിലിണ്ടറില്ലേ, അതുണ്ടാക്കാനുള്ള. അപ്പോൾ ഇതേ അവിടുന്ന് കട്ട് ചെയ്യും ഈ നീളം, ആവശ്യത്തിനുള്ള നീളത്തിന് വെച്ച്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് അടുത്ത പ്രോസസ്സിങ് അപ്പുറത്ത്. അപ്പോൾ ഇതേ ഇവിടെ ഇത് കൺട്രോൾ റൂമാണ്. ഇവിടെ നിന്നാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇതുണ്ട് അതവിടെ ചൂടാകുന്ന കുറേ പ്രോസസ്സിങ് ഉണ്ട് കേട്ടോ. ഇപ്പോഴിത് ഓണാക്കിയേ കട്ട് ചെയ്യുന്നുണ്ടോ എന്നാ ചൂടായിരിക്കും. ഉണ്ടോ ചുമന്ന് വരുന്നുണ്ടോ? സൂര്യൻ ഉദിച്ച് വരുന്ന പോലെ ഉണ്ട് കേട്ടോ. അതായത് ആ പൈപ്പ് ഇവിടുന്ന് വന്ന അതിൻ്റെ അടിവശവും മോൾവശവും എല്ലാം ഫിറ്റ് ചെയ്ത് അപ്പുറം ചെന്നിട്ടുണ്ടല്ലോ. ഇത് 1500 ഡിഗ്രി ടെമ്പറേച്ചറിൽ ചൂടാക്കും. ഓ ഇതുണ്ടോ ഉണ്ടോ എന്നായിരിക്കും ചൂട്? അതെ അതെ. അതപ്പോൾ ചൂടാക്കി തന്നെയാണ് ആ ചോറ് അങ്ങനെ ആക്കുന്നത്. കണ്ടോ ഞാനോർത്തേ അതിന് അടിവശം വേറെ പീസ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാമെന്ന് ഓർത്തേ. അങ്ങനല്ല, ആ പൈപ്പ് തന്നെ ഇങ്ങനെ ചൂടാക്കി വളച്ച് അങ്ങനെ ആക്കി എടുക്കുക. അപ്പോൾ കണ്ടോ അതിൻ്റെ അടിവശമായി ഏത് സിലിണ്ടറിന് ഒരു പൈപ്പല്ലായിരുന്നോ അത്? അതിപ്പോൾ ഇങ്ങനെ അടി അങ്ങനെ തന്നെ ജോയിൻ്റ് ചെയ്തു. എന്നാ ചൂടിലായിരിക്കുമോ ചെയ്യുന്നത്. അതെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അതെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ അതെ അവിടുന്ന് പോയി ഇതേ ഇവിടെ വരുന്നു. അപ്പോൾ ഇത് സ്പിന്നിങ് സെക്ഷനാണ്, ബോട്ടം മേക്കിങ്. അതായത് സിലിണ്ടറിൻ്റെ അടിവശം ഇപ്പം ഉണ്ടാക്കി, ഇനി ഇതിൻ്റെ ടോപ്പ് വശം ഉണ്ടാക്കണം. ഇത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതേ പ്രോസസ്സിങ്. അപ്പോൾ ആ സിലിണ്ടർ ഇനി ഇവിടെ വരും. ഇവിടെ വന്നിട്ട് അപ്പം അതിൻ്റെ ബോട്ടമല്ലേ ഉണ്ടാക്കിയുള്ളൂ അടിവശം, ഇനി ടോപ്പിലെ ഭാഗം ഇവിടെ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ അവിടെ കണ്ട പോലെ തന്നെ ഇവിടെ ഹീറ്റ് ചെയ്യുക, ചൂടാക്കുക. അതല്ലേ അവിടുന്ന് ചൂടാക്കി ഇങ്ങോട്ട് വന്നു. ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. അടിവശം റെഡിയാക്കി. അപ്പോൾ ഇനി ഇവിടെ ആണ് ഉരുട്ടിയെടുക്കുന്നത്. കണ്ടോ ആ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി അങ്ങോട്ട് ചേർക്കുക. ആ സാധനം ഇങ്ങനെ കണ്ടോ അവിടെ വളഞ്ഞ് വളഞ്ഞ് വരുന്നുണ്ടോ? ആ എൻ്റെ ആ തുമ്പ ഉണ്ടോ, തുമ്പ് ചേർന്നു. ആ തുമ്പ ആ പീസ് വരുന്ന അത് കട്ട് ചെയ്ത് അടന്നു പോകും. കേട്ടോ അതങ്ങനെ ഉരുട്ടിയെടുത്ത അവിടെ എന്താണെന്നറിയോ, അവിടെ ഒരു ത്രെഡൊക്കെ ഉണ്ടാക്കും ഇനി അത് നിറയ്ക്കാനുള്ള. ഇത് ടോപ്പാ മണ്ടവശമാണ്. കണ്ടോ ഗ്യാസിലാണ് പഠിപ്പിക്കുന്നത്. എത്ര ഗ്യാസ് വേണമായിരിക്കും അല്ലേ, എന്നാ പ്രഷറിൽ എന്നാ പവറിൽ. കൺവേറൊക്കെ ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോകും. അവിടുന്ന് അതേ ഉരുണ്ട് ഇവിടെ വന്നു. ഇതുണ്ടോ ഇതിനിപ്പം ആ തുമ്പ് കുറച്ച് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് അവിടെ ഒരു ഹോളിടും. ഹോളിട്ടിട്ട് പിന്നെ അവിടെ ത്രെഡും വെട്ടും.
ഓരോ പ്രോസസ്സിങ് കഴിഞ്ഞ് വന്നേക്കുന്ന സിലിണ്ടറുകളാണ്. ഇത് ലാസ്റ്റ് പ്രോസസ്സിങ് എവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് ഓരോ സിലിണ്ടറിനും ഓരോ നമ്പറുണ്ട്. ആ നമ്പർ അടിക്കുന്നതാണ് അവിടെ. അപ്പോൾ ഇതെല്ലാം ഫുള്ള് പ്രോസസ്സിങ് കഴിഞ്ഞ സിലിണ്ടറുകളാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പുറം പെയിൻറ്റ് ബൂത്ത് ഉണ്ട്. പെയിൻറ്റ് ബൂത്തിനകത്തേക്കാണ് ഇതിങ്ങനെ പോകുന്നത്. ഇപ്പം നിർത്തിയിട്ടേക്കാം. അതായത് ഇവിടുന്ന് ഈ സിലിണ്ടർ ഇതുണ്ടോ, അതൊരു മെഷീനകത്തേട്ടാണ് കയറിപ്പോകുന്നത്. അതിനകത്ത് വീണ്ടും സിലിണ്ടർ ചൂടാക്കിയിട്ട് പൗഡർ കോട്ടിങ് ചെയ്യും. പൗഡർ കോട്ടിങ് ചെയ്തിട്ട് അപ്പുറം വന്നിട്ട് പിന്നെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് പൗഡർ കോട്ട് ചെയ്ത ആ സിലിണ്ടറുകളെല്ലാം ഈ ഇതിനകത്തോട്ട് വരും. ഇതിനകത്താണ് ഈ വൈറ്റ് പെയിൻറ്റ് ഇതിലേക്ക് അടിക്കുന്നത്. അതിനകത്ത് പെയിൻറ്റ് ചെയ്ത് വരുന്ന സിലിണ്ടറുകളാണിത് കേട്ടോ. ഇതിങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഇവിടെ പാക്ക് ചെയ്യുക. അപ്പം അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും പൂർത്തിയാവും. ഈ കറുത്ത കളറുള്ള സിലിണ്ടർ ഓക്സിജൻ, അതായത് മെഡിക്കൽ ഓക്സിജനും ഇൻഡസ്ട്രിയൽ ഓക്സിജനും ഇതിനകത്ത് നിറയ്ക്കാം. അതിനുള്ളതാണ് ഈ കറുത്ത കളറുള്ള സിലിണ്ടർ. ഈ റെഡ് കളറുള്ള സിലിണ്ടർ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ സിലിണ്ടർ. അതെ, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലാക്കിൻ്റെ മുകളിൽ ആ സിൽവർ കളറുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഫില്ല് ചെയ്യുന്ന സിലിണ്ടറാണ്. ഓരോന്നിനും ഓരോ കളറാണ്. നമ്മൾക്ക് സി എൻ ജി ടാങ്കാണ് കേട്ടിട്ടുണ്ട്. അതാണ് ഈ കിടക്കുന്നത് വെള്ള കളർ. സി എൻ ജിക്കെല്ലാം വെള്ള ടാങ്കാണ്. ഈ കളറുള്ളത് നൈട്രജൻ. ഇവിടെ വല്ലതും മനസ്സിലായോ? കണ്ടു മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അതിനകത്ത് പ്രോസസ്സിങ്ങിലൂടെ ഓരോ സാധനം ഉണ്ടാക്കുന്നു. എല്ലാ പ്രോസസ്സിങ്ങും നമ്മൾ എടുത്തിട്ടില്ല. അതിനാന്ന് വെച്ചാൽ എല്ലാം അത് ചാലുമല്ല. അതുകൊണ്ട് തന്നെ ആദ്യം പൈപ്പ് കണ്ടില്ലേ, ആ പൈപ്പ് അവിടെ നിന്ന് ചെന്നിട്ട് അടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ടോപ്പ് എങ്ങനെയാണെന്നും മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ സിലിണ്ടർ മൊത്തം അവിടെ നിന്ന് വേറൊരു ഹീറ്റ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അതിലേക്ക് 1500 ഡിഗ്രി ടെമ്പറേച്ചറിൽ ചൂടാക്കും. അപ്പോൾ എന്നിട്ടത് അത് കഴിഞ്ഞ് വന്ന് അതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇത് തണുപ്പിക്കും. അതെന്തോ ഒരു പോളിമർ എന്ന് പറഞ്ഞാൽ എന്തോ കെമിക്കലില്ല തണുപ്പിക്കുന്നതെന്ന് പറയും. അല്ല വെള്ളത്തിലും ചെയ്യും, പക്ഷേ ഇതിൽ അപ്പോൾ അതാകുമ്പോൾ അവിടെ ഒന്നും പുകയൊന്നും വരാതെ അങ്ങനെ തണുക്കും. അത് തണുത്ത് കഴിഞ്ഞ് വീണ്ടും 800 ഡിഗ്രി ടെമ്പറേച്ചർ വീണ്ടും ചൂടാക്കും. അത് അവിടെ ടെമ്പർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അതിൻ്റെ ആ തുമ്പ് കട്ട് ചെയ്യും, അവിടെ ലെവൽ ചെയ്യും, പിന്നെ അതിനൊരു ഹോളിടും. അത് കഴിയുമ്പോൾ അതിനകത്ത് പിരിവെട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വന്ന് പിന്നെ വേറെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഭയങ്കര പ്രഷറിൽ ലീക്ക് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അതെല്ലാം ചെക്ക് ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പറേ വന്നിട്ട് പിന്നെ ബാക്കി പെയിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സും അതത്രേ. ഞാൻ ആദ്യം ഒന്ന് കയറി ഇതെല്ലാം ഒന്ന് കണ്ടായിരുന്നു. പുള്ളി തന്നെ ഇതെല്ലാം പറഞ്ഞു തന്നായിരുന്നു. അതെല്ലാം അപ്പോൾ അവിടെ എല്ലാം ഒന്ന് കമ്പനി ആയതുകൊണ്ട് എല്ലായിടവും വീഡിയോ എടുക്കുന്നതിനകത്ത് കുറേ നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്ര എടുത്തത്. പക്ഷെ എന്നാലും ഒരു നല്ലൊരു അറിവല്ലേ ഇത്. പക്ഷെ ഞാൻ ഓർത്ത ഈ പൈപ്പിൻ്റെ അടിയിൽ വേറെ പീസ് വെച്ച് വെൽഡ് ചെയ്യാന്ന് ഓർത്തെ. ടോപ്പിലും അങ്ങനെയാന്ന് ഓർത്തത്. പക്ഷെ അതല്ല, ആ പൈപ്പ് അതെ, ആ പൈപ്പ് തന്നെ ഇങ്ങനെ ആക്കി എടുക്കുക. അത് ഇത്രയും ഭയങ്കര ടെമ്പറേച്ചർ ചൂടാക്കിയിട്ട് അതെ എന്നെ ചൂടായിരിക്കും. ഇന്ന് വിഭവസമൃദ്ധമായ സദ്യയാണ്. ചോറ്, ഞാൻ വെച്ച ചിക്കൻ കറി, പിന്നെ വാഴയ്ക്ക മെഴുക്ക് പുരട്ടി തോരൻ, ഞാൻ വെച്ച വാഴയ്ക്ക തോരൻ. ഇത് ചക്കപ്പുഴുക്ക് പോലെ ആയല്ലോ. നമ്മുടെ ഇത് ആ വണ്ടി ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഡ്രൈവറുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പറാണ്. അപ്പം ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് കേട്ടോ. അപ്പം പുള്ളിയുടെ ചോറെണ്ണ ഞാൻ വിളിച്ചു. പക്ഷെ ഇവിടെ കാന്റീനുണ്ട് കേട്ടോ. അവർ നമ്മളോട് ചോദിച്ചു എന്തിനാണ് നിങ്ങളിവിടെ ഫുഡ് വെക്കുന്നത്, കാന്റീനിൽ പോയി കഴിച്ചാൽ പോലെ ഫുഡ് ഫ്രീയാ. ആജോ ചിക്കനകത്താണ്. ആ बैठो बैठो इधर बैठो हेलो उधर बैठो हाँ ഓക്കെ ഓക്കെ ഇല്ല അവിടെ ഇരുന്നോളാന്ന്. അപ്പോൾ ഒരാളും കൂടെ വരും, ഒരാൾ കൂടെ എടുക്കണേ. എടുത്തെടുത്ത് വേണ്ടേ, ഈ അച്ചാറും തോരനും മാത്രം മതി. ചിക്കനും മട്ടനും ഒന്നും ആവശ്യമില്ല. അച്ചാറും തോരനും മതി, പക്ഷെ ചിക്കൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെയാ അല്ലേടാ. ചിക്കൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ അല്ലേ? അതിലും ചിക്കൻ്റെ ടേസ്റ്റ് വേറെയാ. അപ്പോഴേ നമ്മുടെ ആദ്യം ലോഡ് കയറ്റിക്കൊണ്ടിരുന്ന വണ്ടി ലോഡ് ചെയ്ത് ഇറങ്ങി. സമയം 5 മണിയായി. അപ്പോൾ രണ്ടാമത്തെ വണ്ടി ലോഡ് ചെയ്യാൻ വേണ്ടി പിടിക്കുക. പിന്നെ ചെറുവണ്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലോഡ് കയറ്റി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ വണ്ടിക്കുള്ള സാധനം റെഡി ആയില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് നമ്മുടെ വണ്ടി കയറ്റിയിടാൻ പറഞ്ഞു. അപ്പോൾ ഈ ലോഡ് നമ്മൾ തൃശ്ശൂരിലേക്കാണ് കൊണ്ടുവന്നത്. തൃശ്ശൂരിലുള്ള ചാക്കപ്പൻ ഓട്ടോമൊബൈൽസിലേക്കാണ് നമുക്ക് ഈ ലോഡ് എത്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് കയറ്റാൻ വേണ്ടി പിടിച്ചു. ഇത്തവണ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വ്യത്യസ്തമായ ഒരു ലോഡായിരുന്നു. അതായത് നിലമ്പൂർ തേക്കുമായിട്ട് നമ്മൾ ഗുജറാത്തിലേക്ക് വന്നു. അതൊക്കെ ഗുജറാത്തിൽ ഇറക്കി അടുത്ത് തിരിച്ചു പോകുന്ന വ്യത്യസ്തമായ ഒരു ലോഡാണ്. ഇതുവരെ നമ്മൾ കയറ്റാത്ത ലോഡാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ പഴയ വണ്ടികളിലൊക്കെ
ഡീസൽ വണ്ടികളിലൊക്കെ CNG കയറ്റാറുണ്ട്. CNG വണ്ടി ആക്കാറുണ്ട് ഡീസൽ വണ്ടികൾ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ CNG നിറയ്ക്കാനുള്ള ടാങ്ക് ആയത്. നമ്മൾ ഡീസൽ വണ്ടിയുടെ ഡീസൽ ടാങ്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ CNG വണ്ടിക്കുള്ള ടാങ്ക് ആയത്. അതാണ് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുപോകുന്നത്. അത് ഈ തൃശ്ശൂരുള്ള ചാക്കപ്പൻ ഓട്ടോമൊബൈൽസിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഡീസൽ വണ്ടികൾ CNGയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ടും ബസ്സുകളിലും ലോറികളിലും അവർ ചെയ്യുന്നത്. ടാറ്റയുടെയും ലൈലൻ്റെയും ബസ്സുകളും ലോറികളും. CNGയുടെ പുതിയ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്, കമ്പനി വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ പഴയ വണ്ടിയിൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് CNG കയറ്റാം. 6 മണിയായപ്പോൾ നമ്മൾ വണ്ടി ലോഡ് കയറ്റാൻ ഇവിടെ പിടിച്ച. ഇപ്പോൾ 9 മണിയായി. 9 മണി കഴിഞ്ഞു. ഇപ്പോഴാണ് ലോഡിങ് തുടങ്ങിയത്. അതെന്നറിയോ, രാവിലത്തെ ഷിഫ്റ്റ് പകലത്തെ ഷിഫ്റ്റുകാർ പോയി അടുത്ത ഷിഫ്റ്റിലുള്ള ആൾക്കാർ വന്നത്. അതിങ്ങനെ കാത്തു വെക്കും, അതിലേക്ക് വയ്ക്കും. എന്നിട്ട് അതിലേക്ക് ഇതിപ്പം ഫോർക്ലിഫ്റ്റിന് കയറ്റി വയ്ക്കും. എന്നിട്ട് അതങ്ങ് പൊക്കും. നല്ല സൗകര്യമല്ലേ? സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ഉരുട്ടി വിട്ടാൽ മതി, ചുമന്നുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അത് വെച്ച് അങ്ങനെ ഉരുട്ടിയാൽ അങ്ങ് ഉരുണ്ടങ്ങ് പോകുമല്ലോ. ഉരുട്ടി കയറ്റി വയ്ക്കുക. എത്ര എണ്ണമാണ്? 5 എണ്ണം അല്ലേ? 5 ആണോ 6 ആണോ എടുത്തത്? ആദ്യത്തെ 5 എണ്ണം, 6 എണ്ണം ഉണ്ട്. അത് എളുപ്പമുണ്ട്. ഇതിൻ്റെ ഓപ്പറേറ്റർ ആയിരിക്കുന്നത് പുള്ളിയുടെ കയ്യിലിരിക്കുന്നുണ്ടോ? ആ സ്വിച്ചല്ല ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതുണ്ടോ, പാക്കിങ് നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരെയും ഉടുപ്പിടിക്കുക. ചേട്ടുന്നതനുസരിച്ച് അവിടുന്ന് സ്റ്റോക്ക് ചെയ്യുന്ന സാധനം പോക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇവിടെ തന്നെ മാർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ. കാര്യം ഈ സിലിണ്ടറിന് വെയിറ്റ് ഉണ്ടായാലും ലോഡിങ് എളുപ്പമായി. ഇപ്പോൾ ഉരുട്ടി വിട്ടാൽ മതി. ഇനി ഇവിടെ ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് തള്ളി വെക്കണം. അത് മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പം നമ്മുടെ ലോഡ് ഏകദേശം കയറ്റി തീരാറായി. ഫ്രണ്ട് കയറ്റിയേക്കുന്നതെല്ലാം വലിയ സിലിണ്ടറുകളാണ്. ബാക്കിലേക്ക് ഇത് ചെറിയ സിലിണ്ടറുകളായിട്ട് കുറച്ച് ചെറിയ സിലിണ്ടറുകളും ഉണ്ട്. ഇതുവരെ കിടന്ന് ഉറക്കമായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് ലോഡ് കയറ്റി തീരാറായപ്പോഴത്തേനും നമ്മുടെ കോയ എഴുന്നേറ്റ് വരുന്നുണ്ട്. CID മ്യൂസിക്കകത്ത് സലീം കുമാർ വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലോഡ് കയറ്റി തീർന്നു. ഇപ്പോൾ ആ ഇടുന്ന സിലിണ്ടറും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലോഡ് കയറ്റി കഴിഞ്ഞു. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ലോഡ്. ഇവിടെ രാത്രിയിലും ലോഡിങ് ഉണ്ടെന്ന് തോന്നുന്നു. 2 വണ്ടിയും കൂടെ ലോഡ് കയറ്റാൻ കിടപ്പുണ്ട്. ഈ വണ്ടിയുണ്ട്, അപ്പുറം ഒരു UP വണ്ടിയും കിടപ്പുണ്ട്. അപ്പം നമ്മൾ രാവിലെ 10 മണിക്ക് ഇവിടെ വന്നതാണ്. ഇപ്പം സമയം 12:05 രാത്രി. അപ്പം ഇപ്പോഴാണ് ലോഡ് കയറ്റി കിട്ടിയത്. ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പം ബില്ല് കിട്ടണം. ബില്ലിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ബില്ലപ്പം കിട്ടുമെന്ന് അറിയത്തില്ല, കുറേ സമയം എടുക്കും. അപ്പം എല്ലാവരും ഉറക്കളയ്ക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ കിടന്നു. അപ്പോഴേ ഞാനും ചെറുതായിട്ടൊന്ന് മയങ്ങാം. നന്നായിട്ട് ഉറങ്ങിക്കോ. നീ നല്ലോണം കിടന്ന് ഉറങ്ങിയില്ലേ? ബില്ല് വരാൻ താമസമുണ്ട്. ബില്ല് ശരിയാക്കുന്നുള്ളോ? താമസിക്കുമെന്ന് പറഞ്ഞോ? സെക്യൂരിറ്റിയോട് 2 പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ബില്ല് കിട്ടുകയാണെങ്കിൽ അന്നേരം എന്നെ വിളിച്ചാൽ മതി. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങാം. നടക്കട്ടെ. ഞാൻ കിടക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അന്നേരത്തേക്ക് വേണ്ടേ. സെക്യൂരിറ്റി ബില്ലായെന്നും പറഞ്ഞ് വിളിച്ചു. ഇപ്പം ബില്ലൊക്കെ കിട്ടി. സമയം ഇപ്പം 1 മണിയായി. ഇവിടുത്തെ കമ്പനികളെല്ലാം കൊണ്ടോ രാത്രിയിലും വർക്കിങ്ങാണ്. 24 മണിക്കൂറും വർക്കിങ്ങാണ്. 3 ഷിഫ്റ്റായിട്ട് പണിക്കാർ. ഈ വണ്ടിയൊക്കെ ലോഡ് കയറ്റിയിട്ടേക്കുന്ന. ചില വണ്ടി ലോഡ് കയറ്റിയതും ചിലത് ലോഡ് കയറ്റാനുള്ളതും. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അവിടുന്ന് തന്ന ഒരു ബില്ലിൻ്റെ ഒരു കോപ്പി ഇവിടെ കൊടുക്കണം, ഗേറ്റ് പാസ് പോലെ. അങ്ങോട്ട് പോകുമ്പോഴും നമ്മളിവിടെ പറഞ്ഞ് ഇവിടുന്ന് ഏത് കമ്പനിയിൽ നിന്നാണ് ലോഡ് കയറ്റുന്നതെന്ന് ഇവിടെ എൻട്രി ചെയ്തിട്ടാണ് പോകേണ്ടത്. അപ്പം ഗേറ്റിൽ കൊണ്ട് നമ്മൾ ഗേറ്റ് പാസ് കൊണ്ട് കൊടുത്തപ്പോഴേ ഇന്നലത്തെ ബില്ല ഇപ്പം വിടാൻ പറ്റില്ല, ഇവിടെ കിടന്നോളാനാണ്. 12 മണി കഴിയുമ്പോൾ അടുത്ത ഡേറ്റ് ആയില്ലേ. 12 മണിക്കും 11:30 ഒരു ബില്ല് അടിച്ചു കാണും. നമുക്കൊരു മണിക്കാണ് തന്നെ. 10 മിനിറ്റ് എടുത്തുള്ളൂ ഇവിടെ വരാൻ. അപ്പോൾ ഇവർ പറയുന്നത് തന്നെ ഇന്നലത്തെ ഡേറ്റാ ബില്ലിൽ വിടാൻ പറ്റത്തില്ല, അല്ലെ നാളെ പോയി ഇവിടെ കിടന്നോളാൻ. എങ്ങനെയുണ്ട്? കമ്പനി നാളെ വരട്ടെന്ന് ചുമ്മാ ഓരോ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ. കമ്പനിയെ വിളിക്കുക, കമ്പനിക്കാരനെ വിളിക്കാനൊക്കെയാണ് പറയുന്നത്. ഈ രാത്രി 1 മണിയാകുമ്പോൾ നമ്മളാരെ വിളിക്കാനാണ്? അന്നേരം ആക്കിയാലും നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരാൾ വീട്ടിൽ പോകാൻ വേണ്ടി വന്നായിരുന്നു. പുള്ളി ഒന്ന് സംസാരിച്ച് പോക്കളാൻ പറഞ്ഞു.
നമ്മളെ മാത്രമല്ല 2-3 വണ്ടികൾ ഇങ്ങനെ അവന്മാർ പിടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. ഈ MIDC എല്ലോട്ട് കയറുന്നിടത്തെ ഒരു ഗേറ്റാണ്. ഇതൊക്കെയാണ് വണ്ടിക്കാരുടെ അവസ്ഥ. എന്നാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊന്ന് വല്ല പൈസയ്ക്ക് വേണ്ടി ആയിരിക്കും. അതെ അതെ അതെ. എന്നാണെങ്കിലും അന്നേരം ആ പുള്ളി വന്നതുകൊണ്ട് പിന്നെ കമ്പനിയുടെ ആള് വന്നുകൊണ്ട് വലിയ മല്ല് പിടിക്കാതെ നമ്മളേക്ക് പോന്നു. ഇപ്പം നമ്മൾ വന്ന് മെയിൻ റോഡിൽ ഇറങ്ങി. ഇനി നമുക്ക് നേരെ സൂറത്ത് ലക്ഷ്യമാക്കി പോവാം. ഉണ്ട് എത്ര വണ്ടികളാണ് ഒതുക്കിയിട്ടേക്കുന്നത്. ഇവരെല്ലാം കിടന്ന് ഉറങ്ങുന്ന. എന്നാൽ പിന്നെ ഞാൻ കിടക്കാം. കിടന്നോ. അപ്പം നമുക്ക് അങ്കളേശ്വറിനെ ഇപ്പറേ എവിടെയെങ്കിലും നിർത്തിയാൽ മതി. അപ്പം രാവിലെ എന്നിട്ട് നോക്കാം എവിടുന്നാ വല്ലോ പാട്ടിലോട് കിട്ടുന്നതെന്ന്. ഞാൻ ചെറുതായിട്ടങ്ങ് ചായ കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ചൊരു ഓടിയിട്ട് അതിൽ നല്ല ദാബയിൽ കയറ്റി നിർത്തുക. അപ്പം എന്നാൽ പിന്നെ ഗുഡ് നൈറ്റ്. നാളെ കാണാം. ആ